ഹായ് ഗായ്സ്, ഇന്ന് ഞങ്ങൾ ഒരു കെഫെ നോർവുഡ് ഹോട്ടൽ കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അത് ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുമായിരുന്നു. ഞങ്ങൾക്ക് ഓഫാണ്. ഇവിടെ ഒരു അടിപൊളി ഒരു ബാക്ക്ഗ്രൗണ്ടിൽ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പൂൻ്റെ പേരെന്താന്ന് നോക്കിയിട്ട് ഞാൻ പറയാം. ഇവിടെ ഫുള്ളും ഈ പൂക്കളാ. അപ്പം ഞങ്ങൾ ചുമ്മാ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന വൂൾവേർഡ്സിലാണ്. അപ്പോൾ വൂൾവേർഡ്സിൻ്റെ അണ്ടറിൽ കുറച്ച് കഫേസ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. നമുക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പം കുറച്ച് ഡിസ്കൗണ്ട് ഒക്കെ കിട്ടുന്ന കുറച്ച് കഫേ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പം വി തോട്ട് അവിടെ പോകുന്നതേ ശരിക്കും ഒരു റീലിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് പോവാന്നുള്ളതിലേക്ക് പോവുക. യെസ്, വേറെ പണിയൊന്നുമില്ല. ഇറ്റ്സ് ലൈക്ക് സമ്മർ, സോ ഭയങ്കര ചൂടാണ് വീട്ടിനുള്ളിൽ. അപ്പോൾ നമ്മളിങ്ങനെ പുറത്തോട്ടൊക്കെ പോയാൽ എന്തെങ്കിലും ഒരു ഉള്ളിൽ ഭയങ്കര ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയിട്ട് കുറേ ആയി. സോ അപ്പം ഈ വ്ളോഗും അൺഎക്സ്പെക്റ്റഡാണ്. ഞങ്ങൾ പ്ലാൻ ചെയ്തല്ല, ചുമ്മാ എടുക്കും, അത്രേ ഉള്ളൂ. അപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ഞങ്ങൾ ആദ്യമായിട്ടാണ്, ഇത്രയും വർഷത്തിനിടയിൽ ആദ്യമായിട്ടാണ് ഇവിടുത്തെ ടൈപ്പ് ഒരു കൾച്ചറൽ ആയിട്ടുള്ള ഒരു കഫേയിൽ ഞങ്ങൾ പോകുന്നത്. ഇവിടെ ഒരു വട്ടം പോയിട്ടുണ്ട്. ജസ്റ്റ് വൺസ് ഞാൻ പോയിട്ടുണ്ട്. ഞാൻ ചിക്കൻ സ്നീസിൽസ് കഴിച്ചു, അത്രേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് പോകുന്നത്. സോ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങളിപ്പം ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാം. ഐ തിങ്ക് ബസ് വരാറ്. ബസ് എത്തി, നമുക്ക് കയറാം. H28 ആണ് ഗൈസ് നമ്മുടെ ബസ്. കയറാൻ പോവാം. ഞങ്ങള് ഒരു നെക്സ്റ്റ് സ്റ്റോപ്പാണ്. 3 മിനിറ്റ് നടക്കാനുണ്ട് സ്റ്റോപ്പിൽ നിന്ന്. അവിടെ പോയിട്ട് നോക്കുള്ളത് കാണാം. ബസ് ഒരു 4-5 മിനിറ്റ് ട്രാവലിംഗ്. ഞങ്ങൾ ബസ് ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുക. 2 മിനിറ്റ്സ് നടക്കാൻ. വെയിലടിച്ചിട്ടാണോ അതോ ഇന്നത്തെ പ്രകടനം കാരണം എന്ന് അറിയത്തില്ല, ഫേസ് ഭയങ്കര ഡള്ളാ. ഭയങ്കര പാനൊക്കെ വന്നിട്ടുണ്ട് ഇവിടത്തെ. യെസ്, ഇവിടെ ജസ്റ്റ് 2 മിനിറ്റ്സ് നടക്കാനുള്ളൂ എന്നാണ് മാപ്പിൽ കാണിക്കുന്നത്. ഞങ്ങൾ മുമ്പ് ഇവിടെ കഴിച്ച് താമസിച്ചത് നോർവുഡ് സിഡൻഹാം റോഡില്. അവിടെ തോന്നുന്നത് ഇപ്പൊ ഈ ഹോട്ടലിൽ ചിലപ്പം അതിന്റെ ഫ്രണ്ടിലുണ്ടായിരിക്കും, അറിയില്ല. നോ ഐഡിയ. ബിക്കോസ് എന്താ പറയുക, ഇവിടെ 2 മിനിറ്റ്സ് വാക്ക് എന്ന് പറയുമ്പോൾ നമ്മള് അപ്രോക്സിമേറ്റ് നോക്കി കഴിയുമ്പം അവിടെ ഇട്ടായിരിക്കും തോന്നും, അറിയത്തില്ല. നോക്കാം. ഓക്കെ, ഇവിടെ ഇങ്ങനത്തെ സാമ്രാജ്യം എന്താ പറഞ്ഞതിന് സംതിങ് അങ്ങനത്തെ ഒരു സാധനം. ശരിക്കും പറഞ്ഞാൽ നോർവുഡ് ശരിക്കും പറഞ്ഞുണ്ടല്ലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണ്. യെസ്, ഇതാണെന്ന് തോന്നുന്നു. ഇത് നോർവുഡ് എന്ന് കാണിക്കുന്നുണ്ട്. ഗൈസ്, ഞങ്ങളിവിടെ എത്തി. ടേബിൾ നമ്പർ 1. ഞങ്ങളിവിടെ എത്തിയിട്ട് എന്തൊക്കെ ഓർഡർ ചെയ്തെന്ന് വെച്ചാൽ ചിക്കൻ ഒരു സാലഡ്, സീസർ സാലഡ്, ഒരു ചിക്കൻ സീസർ സാലഡ്, പിന്നെ ഒരു കോക്ക്, ഒരു ചിക്കൻ റാപ്പ് കൂടി ഓർഡർ ചെയ്തു. റാപ്പ് നമ്മൾ ഓർഡർ ചെയ്ത് വേണമെങ്കിൽ പിന്നെ പറയാം. പക്ഷെ അടിപൊളി ആംബിയൻസ്. പക്ഷെ നമുക്ക് സീറ്റിംഗ് കുറച്ച് എല്ലാം റിസർവ്ഡ്. ആൾക്കാർ യൂസ് ടു റിസർവ് എല്ലാം റിസർവ്ഡ്, എല്ലാം ഇത് കണ്ടോ, ഇത് ഫുള്ളും റിസർവ്ഡാണ്. നമ്മൾക്കിപ്പോൾ റിസർവ് ചെയ്യാത്തതും കൊണ്ട് നമ്പർ 1 ഫസ്റ്റ് കം ഫസ്റ്റ് സെർവ്. Thank you. പറ്റുന്നില്ല. എന്താണ് ചിക്കൻ സ്നീസ്? സ്പൂണും ഫോർക്കും കൊണ്ടാണ് കഴിക്കുന്നത്. ഇത് ഫോർക്കും സ്പൂണല്ല, നൈഫും ഫോർക്കും.
നമ്മൾ കട്ട് ചെയ്യുക, കഴിക്കുക. അല്ല ശരിക്കും ഇങ്ങനെ ഉപയോഗിക്കും. ആ ഫോർക്ക് അവിടെ ചുമ്മാ ചെയ്യണം. അല്ല കുത്തി വെക്കണം. എനിക്ക് കുത്താനൊരു നമ്മളാവും തോന്നില്ല. ഇത് അപ്പം അവൾ ചിക്കൻ സ്മിസിൽസ് ടേസ്റ്റ് ചെയ്തു. നമുക്ക് ഇനി സീസർ ചിക്കൻ സാലഡ്, ചിക്കൻ സീസർ സാലഡ്. നൈഫ് വേണ്ട, അത് ഇങ്ങോട്ട് കൊണ്ടേ, ഇങ്ങോട്ട് കൊണ്ടുപോവാം. ഇതിൽ പൊട്ടാറ്റോ, എഗ്ഗ്, ബേക്കൻസ്. ഇതിൽ ചിക്കനാണ് നമുക്ക് തപ്പേണ്ടത്. ചിക്കനാണ് മേളിരിക്കുന്നത്. ചിക്കൻ തോന്നുന്നു. പിന്നെ കുറേ വെജീസ്. നമുക്ക് ആദ്യം ചിക്കണിന് തുടങ്ങാം. അത് കട്ട് ചെയ്ത് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കട്ട് ചെയ്യാം, കടിച്ച് നൈഫും കൊണ്ട്. ഇതിൽ കട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. വേണമെങ്കിൽ സോസ് കുറച്ച് കൊടുക്കാം. ഇത് പെപ്പർ സോസ് എന്ന് പറയുന്നത്. കൊള്ളോ? നമുക്ക് സാലഡായിട്ട് കഴിക്കാം. എങ്ങനെയുണ്ട്? കൊള്ളാം. അപ്പം ഗൈസ് നമ്മളിനി കഴിച്ച് ഇത് ഫിഷാണെന്ന് ഡൗട്ടുണ്ട്. അല്ല ചിക്കൻ. നമ്മളിനി കഴിച്ച് കഴിഞ്ഞിട്ട് ഓക്കെ ഇത് രണ്ടും ഫിനിഷ് ചെയ്യണം. അത് തിന്നോണ്ടിരിക്കുക. ശരി എന്നാ. നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് എൻ്റെ പാത്രമാണ്, ഇത് അവളുടെ. ഞങ്ങൾ സ്ഥലം മാറി ഇന്നതല്ല, ഇവള് എനിക്ക് തന്നതാണ്. ഇപ്പോഴും ഞാൻ തന്നെ എല്ലാം കഴിക്കുന്ന നടക്കുന്നതല്ല. ബാക്കി ഞാൻ പറയാം. തലമ്പത് എന്നെ അറിയുന്നവർക്കറിയാം, ഞാൻ അധികം കഴിക്കില്ല. സത്യമായിട്ടും അധികം കഴിക്കും. കുറച്ച് കഴിക്കുമ്പോൾ തന്നെ എനിക്ക് തുടക്കത്തിൽ ഇങ്ങനെ ആവേശം മാത്രമേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര മടുക്കും. അതുപോലെ തന്നെ ഈ സാധനം പകുതി മുക്കാലും കഴിച്ച ഞാനാ. അവള് ഇത് നീ ഇതല്ലടി കഴിച്ചോണ്ടിരുന്നത് ഇത്ര ഇപ്പഴല്ലേ ഞാൻ മാറ്റി. നീ കുറച്ച് 2-3 സ്കൂപ്പ്. എൻ്റെ അമ്മയാണ് സത്യം 5 കൂളിയാണ്. എന്നാ ഞാനൊരു 15 മേലെ എടുത്തിട്ടുണ്ട്. എന്നാലും ഞാൻ കൂടുതൽ കഴിച്ചത് അടുത്ത്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് മതിയായി. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇവരെ വിളിച്ചിട്ട് ചേട്ടാ ഇതൊന്ന് പാക്ക് ചെയ്ത് തരുമോ, സാർ ഒന്ന് പാക്ക് ചെയ്ത് തരുമോ എന്ന് ചോദിക്കണം നല്ല ആഗ്രഹമുണ്ട്. പക്ഷേ ഇവിടെ അങ്ങനെ ചെയ്തു തരത്തില്ല. വയറ് നാട്ടിലൊക്കെ ആയിരുന്നെങ്കിൽ നമുക്കത് ചേട്ടാ ഒന്ന് പാക്ക് ചെയ്ത്, ചേട്ടാ അതിപ്പോൾ കുറച്ചാണെങ്കിൽ പോലും അവർ പാക്ക് ചെയ്ത് തരും. ഇവിടെ എനിക്കറിയത്തില്ല അങ്ങനെ ചെയ്തു തരുമെന്ന്. ഞാൻ അതുകൊണ്ട് ഇത് പാക്ക് ചെയ്തിട്ടിരിക്കാം. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ട്, അടിപൊളിയാണ്. പക്ഷെ ഭയങ്കര ക്വാണ്ടിറ്റിയാണ്. എന്നെപ്പോലത്തെ ഒരു ഫുഡ് അങ്ങനെ കഴിക്കാത്ത ഒരാൾക്ക് ഫിനിഷ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ കൂടെ നമ്മുടെ എല്ലാ ഗാങ്ങിലും കാണും. ഇതെന്ത് പറയാം, നമ്മുടെ എല്ലാവരുടെയും ഗാങ്ങിൽ കാണും. ഞാൻ അത്യാവശ്യം കുറച്ച് വണ്ണമൊക്കെ ഉണ്ട്. അപ്പം എല്ലാവരും ചെറിയ ഞാൻ ഭയങ്കര കാല തീറ്റയെന്ന് അല്ല, എല്ലായിടത്തും കാണും. ഇങ്ങനെ ഇരിക്കും. ആനയുടെ തീറ്റയാണ് ഇവിടെ തിന്നോണ്ടിരിക്കുന്നത്. അയ്യോ ഇതാണ് സത്യം, ഇതാണ് റിയാലിറ്റി. ദിസ് ഈസ് റിയാലിറ്റി. നമ്മളതേ കഴിക്കുക, പക്ഷെ വെള്ളം കുടിച്ചാൽ പോലും വണ്ണം വയ്ക്കും. രാവിലെ മുതൽ രാത്രി വരെ വെള്ളം കുടിച്ചാൽ മാത്രമായിരുന്നു. സീസർ സാലഡ്, ചിക്കൻ സ്നേസിൽസ് മൊത്തം മൽക്കോസ് തീർത്തു. ഇതുണ്ട് ഇവിടെ നിലത്ത് വേണോ അപ്പം ഞാൻ കഴിക്കാൻ പറ്റില്ല. ബാക്കിയെല്ലാം കംപ്ലീറ്റ് ചെയ്തു സക്സസ്ഫുള്ളി.
ഇവിടുത്തെ റെസ്റ്റോറൻറ്റിൻ്റെ വ്യൂ ഗുഡ് റൈ കൊള്ളാം, നല്ല രസമുണ്ടാണ്. എല്ലാവരും ഇവിടെ സംസാരിച്ചിരിക്കാം. ഓ നല്ല അടിപൊളി ഞങ്ങൾ ഇറങ്ങി. ഇതാണ് നമ്മൾ കയറിയ ഹോട്ടൽ, നോർവുഡ് ഹോട്ടൽ. ഇറങ്ങി വയ്യ, ബട്ട് ഇത് ചൂടായി ഇപ്പം. പക്ഷെ ഇപ്പൊ വൈകുന്നേരം ആവുമ്പത്തേനും നല്ല രസമാണ്. എൻ്റെ ഫോൺ ഇവിടെ എൻ്റെ പോക്കറ്റിലുണ്ട്. ഓക്കെ, ഇവിടെ ശരിക്കും പറഞ്ഞാൽ 8 മണിയായി. നമുക്ക് റോഡ് ക്രോസ് ചെയ്യണം. 8 മണിയായി, ബട്ട് സ്റ്റിൽ കണ്ടോ ഭയങ്കര വെളിച്ചം. വെളിച്ചോ. പിന്നെ ആണെങ്കിൽ നല്ല തണുപ്പില്ല. അപ്പൊ നമുക്ക് സുഖമായിട്ട് ഇറങ്ങിയും കയറി നടക്കാം. എനിക്ക് തോന്നുന്നു ഇതിന്റെ ക്രോസ് എന്നും കൊണ്ട് തന്ന് എല്ലാവരും ഭയങ്കര വൃത്തിയിട്ട് നോട്ടം. ഓക്കെ, നമുക്കിനി വീട്ടിൽ പോയിട്ട് ഒന്നുമില്ല, കഴിഞ്ഞു. സോ ഇത് ഈ ഒരു ചെറിയ വ്ളോഗ്, അതും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഈ ഒരു ചെറിയ വ്ളോഗ് ഞങ്ങളിവിടെ എൻഡ് ചെയ്യുക. സോ ഗൈസ്, ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം ഈ ഒരു ചെറിയ അൺഎക്സ്പെക്റ്റഡ് വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ദിസ് യൂട്യൂബ് ചാനൽ. ആൻഡ് ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.